പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും മുൻപെങ്ങുമില്ലാത്ത വിധം കഴുത്തതും അതിസങ്കീർണവുമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാർട്ടി ഭിന്നതകളും അപ്രതീക്ഷിത രാജി സമർപ്പണങ്ങളും കാരണം തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഉലയുന്ന കാഴ്ചയാണ്. ഇതിലേറ്റവും ഒടുവിലത്തെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് തൃണമൂലിന്റെ രാജ്യസഭാ എംപിയായ പ്രകാശ് ചിക്ബറൈക്കിന്റെ പെട്ടെന്നുള്ള രാജിപ്രഖ്യാപനമാണ്. പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് അദ്ദേഹം തന്റെ പദവി ഒഴിഞ്ഞത്. പ്രകാശ് ചിക്ബറൈക്കിന് തൊട്ടുമുമ്പ് തൃണമൂലിന്റെ പ്രമുഖ നേതാക്കളായ സുഷ്മിത ദേബ്, സുകേന്ദു ശേഖർ റോയ് എന്നിവരും തങ്ങളുടെ രാജ്യസഭാ അംഗത്വം രാജിവെച്ചിരുന്നു. മുതിർന്ന നേതാക്കളുടെ ഈ തുടർച്ചയായ രാജി തൃണമൂൽ കോൺഗ്രസിന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉപസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന സ്വാധീനത്തെ ഇത് നേരിട്ട് ബാധിക്കുകയും ചെയ്തു. ഈ മൂന്ന് പ്രമുഖ നേതാക്കളുടെ രാജിയോടെ രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ എണ്ണം 13 നിന്ന് വെറും 10 കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ശേഷി കുറയ്ക്കുന്നതാണ് ഈ അംഗബലത്തിലെ കുറവെന്ന് മമതാ ബാനർജിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇത്തരത്തിൽ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളും തകർച്ചയും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുമായി കൈകോർക്കാനും സഹകരിക്കാനുമുള്ള നീക്കങ്ങൾ അടിയന്തരമായി സജീവമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിർണായക കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും മമതയുടെ വിശ്വസ്തനുമായ അഭിഷേക് ബാനർജി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ബുധനാഴ്ച ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സഖ്യത്തിന്റെ വരാനിരിക്കുന്ന ഭാവി പരിപാടികളെക്കുറിച്ചും ഇരു പാർട്ടികളും തമ്മിലുള്ള ഏകോപനം പാർലമെന്റിനകത്തും പുറത്തും എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചും നേതാക്കൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അഭിഷേക് ബാനർജിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടന്ന ഈ ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കേവലം 45 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുമെന്ന് കരുതിയിരുന്ന കൂടിക്കാഴ്ച അപ്രതീക്ഷിതമായി 88 മിനിറ്റോളമാണ് നീണ്ടുനിന്നത്. ഇത്രയും ദീർഘനേരം ഇരു നേതാക്കളും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ബംഗാളിലെയും ദേശീയ തലത്തിലെയും പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ശക്തമായ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അഭിഷേകും രാഹുലും തമ്മിൽ കണ്ടത് എന്ന പ്രത്യേകതയുമുണ്ട്. 5 വർഷത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിൽ ഇത്തരമൊരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതെന്നത് ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പിളർപ്പും രാഷ്ട്രീയ തിരിച്ചടികളുമാണ് കോൺഗ്രസിനെ ശത്രുവായി കണ്ടിരുന്ന മമതാ ബാനർജിയെ ഇപ്പോൾ അവരുമായി വീണ്ടും അടുക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത് വെറുമൊരു എംപിമാരുടെ രാജി മാത്രമല്ല, മറിച്ച് അടിത്തറയിളക്കുന്ന തരത്തിലുള്ള പാർട്ടി പിളർപ്പാണ്. സംസ്ഥാനത്തെ തൃണമൂലിന്റെ 78 MLA-മാരിൽ 59 പേരും ഇതിനോടകം തന്നെ പാർട്ടി വിട്ടുകഴിഞ്ഞു എന്നാണ് സൂചനകൾ. ലോക്സഭയിൽ തൃണമൂൽ എംപിമാർക്കിടയിൽ ഒരു വലിയ പിളർപ്പുണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. MLA-മാരും എംപിമാരും ഒന്നിനു പുറകെ ഒന്നായി പാർട്ടിയെ കൈവിടുന്ന ഈ ദുർഘട സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള ഒരു സഖ്യം മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി ഒരു വലിയ ലൈഫ് ലൈൻ അല്ലെങ്കിൽ കവചമായി മാറുമെന്നാണ്. തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് വർഷങ്ങളുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട്. മുൻപ് 2011 കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് മമതാ ബാനർജി ബംഗാളിൽ ആദ്യമായി ഇടതുപക്ഷത്തെ തകർത്ത് അധികാരത്തിൽ വന്നത്. എന്നാൽ അധികം വൈകാതെ തന്നെ 2012 തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രത്തിലെ UPA സഖ്യം വിട്ടതോടെ ആ ബന്ധം പൂർണ്ണമായി അവസാനിക്കുകയും പിന്നീട് അവർ പരസ്പരം വലിയ ശത്രുക്കളായി മാറുകയും ചെയ്തു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ കോൺഗ്രസിന്റെ കൈപിടിക്കാൻ മമത നിർബന്ധിതയായിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി മമതാ ബാനർജി ഉടൻ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകളുമുണ്ട്. എങ്കിൽ പോലും മമതയുമായുള്ള ഈ പുതിയ സഖ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ഗുണകരമാകില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. വിശ്വാസ്യതയില്ലാത്ത തൃണമൂലുമായി കൂട്ടുകൂടുന്നതിനേക്കാൾ ബംഗാളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് കോൺഗ്രസിന് കൂടുതൽ ഉചിതമെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഈ സഖ്യ നീക്കങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുകയെന്ന് കണ്ടു തന്നെ അറിയണം.